ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടായിരുന്നു പി കെ ശശി ശുഭിതനായി ഒഴിഞ്ഞു മാറിയത്. രേണുക തന്നെ ചേരുന്നുണ്ട്. രേണുക, ഇതിലിപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഈ സൂചിപ്പിക്കുന്ന പോലെ അദ്ദേഹം മറുപടി നൽകാതെ തെരഞ്ഞെടുപ്പ് മാത്രം ശ്രദ്ധിക്കുക, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കൂ എന്നതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയായി വരുന്നത്. നേരത്തെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഈ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും പി കെ ശശിയെ സംരക്ഷിക്കുകയും വളരെ പ്രധാനപ്പെട്ട KTDCയുടെ പദവിയിലടക്കം ഇരുത്തുകയുമൊക്കെ ചെയ്തിരുന്നു ഇടതുപക്ഷം എന്നതാണ്. ഒരു പക്ഷേ അത് ഈ വോട്ട് സ്വാധീനം അതുകൊണ്ടുകൂടിയാകാം. അപ്പോൾ ഇത്തരം ആരോപണങ്ങളൊക്കെ പറയുമ്പോൾ പോലും അവിടെ പി കെ ശശി മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ അത് എത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ്? വലിയ പ്രതീക്ഷ പി കെ ശശിയെ സംബന്ധിച്ചുണ്ട്. ഇത് കോട്ടയെന്നൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ, എന്താ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്നതാണ് പി കെ ശശി പറയുന്നത്. ഇവിടെ ഇപ്പോൾ പി കെ ശശി CPM-മായി അകന്ന് UDF-ലെത്തുന്നു. അപ്പോൾ UDF പി കെ ശശിയെ സ്വീകരിക്കുന്നു. നിലപാടുകളുടെ രാജകുമാരനാണ് പ്രതിപക്ഷ നേതാവെന്ന് പി കെ ശശി പറയുന്നു. അതുപോലെ തന്നെ പി കെ ശശിയെ പുകഴ്ത്തി ഇതൊരു പ്രസ്റ്റീജ്, ഞങ്ങളുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് പി കെ ശശിയെ വിജയിപ്പിക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അവർ യോജിപ്പിൽ അല്ലെങ്കിൽ അവർ സുഹൃത്തുക്കളാകുമ്പോൾ ഈ ലൈംഗികാരോപണം ഉൾപ്പെടെയുള്ളവ ഇല്ലാതാകുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ UDF ക്യാമ്പ് ചെയ്യുന്നത്. ഇതൊരു ആഭ്യന്തര പ്രശ്നം, CPM-ലെ ആഭ്യന്തര പ്രശ്നമായി ചുരുക്കിക്കൊണ്ട് VD സതീശൻ ഇപ്പോൾ രംഗത്ത് വരുന്നത് കാണാം. അതുപോലെ നിസാരവൽക്കരിച്ച് സംസാരിക്കുകയായിരുന്നു പി കെ ശശി ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ UDF ഇത് നിരന്തരം ചൂണ്ടിക്കാട്ടിയിരുന്നതല്ലേ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ UDF ഒന്നും ഇത് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കാൻ പി കെ ശശി ശ്രമിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പല വേദികളിൽ ഈ കാര്യങ്ങൾ തീവ്രതയുമായി ബന്ധപ്പെട്ട് പല സാഹചര്യങ്ങളിൽ UDF പ്രതിരോധത്തിലാകുമ്പോൾ ഒക്കെ ഉയർത്തിയിരുന്ന സാഹചര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വളരെ ക്ഷുഭിതനായി, നിങ്ങൾ തീവ്രത അളക്കാനാണോ ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾ തെരഞ്ഞെടുപ്പിനാണ് വന്നതെങ്കിൽ അത് ചെയ്തിട്ട് പോകൂ എന്ന തരത്തിൽ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പി കെ ശശി നമ്മളോട് സംസാരിക്കുന്നത്. അതിനുശേഷം വളരെ ക്ഷുഭിതനായി അദ്ദേഹം, നമുക്ക് ചോദ്യങ്ങളുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു, അത് പൂർത്തിയാക്കാൻ നിൽക്കാതെ ക്ഷുഭിതനായി അദ്ദേഹം മടങ്ങുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് അനഭിമതമായ ഒരു ചോദ്യം വന്നപ്പോൾ അതിനോട് ക്ഷോഭിച്ചുകൊണ്ട് ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് പിൻവാങ്ങുന്ന പി കെ ശശിയാണ് നമ്മൾ കണ്ടത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ വലിയ ചർച്ചയാണ്. ഒപ്പം മുഖ്യമന്ത്രി ഉന്നയിച്ച വർഗവഞ്ചകൻ എന്ന പരാമർശം ഉൾപ്പെടെ അവിടെ നിലനിൽക്കുന്നു, ചർച്ചയാകുന്നുണ്ട്. അത് എങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നറിയാൻ നമ്മൾ കാത്തിരിക്കണം. BJP ക്യാമ്പ് വലിയ പ്രതീക്ഷയിലാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകും എന്ന് BJP ക്യാമ്പ് പറയുന്നുണ്ട്. മേജർ രവിയാണ് അവിടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. പാർട്ടിക്ക് അതീതമായി വോട്ട് സമാഹരിക്കാൻ പറ്റുമെന്ന ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 20 കൊല്ലമായി തുടരുന്ന ഇടത് സാന്നിധ്യം അവിടെ അവസാനിപ്പിക്കുമോ? അങ്ങനെ പി കെ ശശിക്ക് അനുകൂലമാകുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ? അതേസമയം പി കെ ശശിക്കെതിരായുള്ള ആരോപണങ്ങളും ഈ സാഹചര്യങ്ങളും ഈ കൂടുമാറ്റവും വർഗവഞ്ചന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ അത് LDF തന്നെ മുതലെടുക്കുന്ന ഒരു സാഹചര്യം വരുമോ? അങ്ങനെയൊക്കെയുള്ള അനിശ്ചിതത്വം ഒറ്റപ്പാലത്തെ സംബന്ധിച്ചുണ്ട്. എന്തായാലും ഈ വിഷയം, തീവ്രതാ വിഷയം, ലൈംഗികാരോപണം ഒരു തരത്തിലും ചർച്ചയാകരുത് എന്നൊരു പിടിവാശിയാണ് UDF ക്യാമ്പിനുള്ളത്, പി കെ ശശിക്കുള്ളത്. അതിന്റെ അസ്വസ്ഥതയാണ് ആ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അഭിലാഷ്, ഇതാണ് പി കെ ശശിയോടുള്ള ചോദ്യത്തിനുണ്ടായ പ്രതികരണം. അദ്ദേഹം അതിൽ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും അങ്ങനെ മറ്റു വിഷയങ്ങളിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകരും മറ്റു വിഷയങ്ങൾ ശ്രദ്ധിക്കൂ എന്നുള്ളതാണ്. പക്ഷേ മാധ്യമപ്രവർത്തകർ എല്ലാ ചോദ്യങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിപ്പോൾ വയനാടിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചുകൊണ്ടിരിക്കും. പി കെ ശശിയെ പോലെയുള്ളവരോട് തനിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് ചോദിക്കും. SDPIയുമായുള്ള ഡീലിനെക്കുറിച്ച് മുഖ്യമന്ത്രിയോടും ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുതന്നെയാണ് ഞങ്ങളുടെ ഉദ്യമം, ഞങ്ങളുടെ ഉത്തരവാദിത്വവും എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ FCRA വിവാദത്തിനിടെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് കേരളത്തിൽ ആണ് ഉള്ളത്. ന്യൂനപക്ഷ മതവിഭാഗങ്ങളുമായി ചർച്ച നടത്തുക എന്നതാണ് കേന്ദ്രത്തിന്റെ ശ്രമം. വൈകിട്ട് 7:30 ഈ നേതാക്കളുമായി സഭാ അധികൃതരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം തേടിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമുക്കറിയാം, ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.